മലപ്പുറം പെരുവള്ളൂരിൽ 5.5 വയസ്സുകാരി പേ വിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കുട്ടിയെ ആദ്യം എത്തിച്ച തിരൂരങ്ങാടി ആശുപത്രിയിൽ വെച്ച് ERIG കുത്തിവയ്പ് എടുക്കാത്തതായും തിരിച്ചടിയായി. മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകാമെന്ന് പറഞ്ഞ് കുട്ടിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് 5.5 വയസ്സുകാരി സന ഫാരിസ് മരിച്ചത്. തലയിൽ തന്നെ 4 ആഴത്തുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു സ്കാൽപ്പിൽ. അതേപോലെ ലിപ്സിലും ഉണ്ട് മുറിവ്, ഷോൾഡറിലുണ്ട്, കാലുകളിലുണ്ട്. അപ്പോൾ ഇത്രയും മുറിവ് പറ്റിയുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈറസ് ഈ നെർവ് എൻഡിങ്ങിൽ, ഈ നെർവിൽ വന്നു കഴിഞ്ഞാലാണ് ഇപ്പോൾ എപ്പോഴും കടിയുടെ ഡെപ്ത് അനുസരിച്ച് നെർവിന് ഡയറക്റ്റ് ഇഞ്ചുറി വരിക. നെർവിന്, ഞരമ്പിന് അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈറസ് ഇപ്പം മുഖത്ത് തലയിലൊക്കെ കിട്ടുമ്പോൾ ബ്രെയിനുമായിട്ടുള്ള അടുപ്പം, ദൂരം വളരെ കുറയും. അപ്പം അതിന്റെ മൂവ്മെന്റ് ഫാസ്റ്റാണ്. അപ്പൊ ഇത്രയും മൾട്ടിപ്പിൾ കുറേ മുറിവുകൾ മുഖത്തും തലയിലും മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഇതിന് ആർക്കാണെങ്കിലും ഒരു നമ്മൾ 100% ഈ ഇമ്യൂണോഗ്ലോബുലിൻ അത് എന്താ പറയാ അതിനായുള്ള വിജയകരമായി കൊള്ളണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എപ്പോഴും അത് മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വീട്ടിൽ നിന്ന്, ഇപ്പൊ നമ്മൾ പുറത്താണെങ്കിൽ അവിടുന്ന് തന്നെ കഴുകണം. അതാണ് പ്രധാനം. അപ്പോൾ അതിന് കുറെ വൈറസൊക്കെ ഒളിച്ചു പോയിക്കോളും. അത് ശരീരത്തിനുള്ളിലേക്ക് കയറുന്നത് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് എടുത്ത് ഓടുക ചെയ്യുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇതിനകത്ത് കൃത്യമായിട്ടൊരു മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായ രീതിയിൽ ചികിത്സ നൽകാത്തതിൽ എന്നുള്ള പരാതി ഒക്കെ ഉയർന്നതാണ് കുട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന്. അത് ശരിയാണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരണം കൂടിയാണോ വരുന്നത്? അപർണ, 2 തരത്തിൽ ഇക്കാര്യത്തെ കുറിച്ച് പറയാം. ഒന്ന്, ഈ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിലെ വീഴ്ച. പലർക്കും ഈ നായകടിയേറ്റും അല്ലെങ്കിൽ പൂച്ചയുടെ കടിയേറ്റും മറ്റുമൊക്കെ ആളുകൾ ചോര ഒലിപ്പിച്ച് നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തുന്നത്. മറിച്ച് ഒരു സോപ്പ് ഉപയോഗിച്ച് വെള്ളത്തിൽ വളരെ വൃത്തിയായി മുറിവ് കഴുകിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ തന്നെ വൈറസിന്റെ ബാധ ഒരു പരിധിവരെ കുറയ്ക്കാനാവുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. മെഡിക്കലിലെ വിദഗ്ധർ പറയുന്നത്. മറിച്ച് ഈ കുട്ടിക്ക് പരിക്കേറ്റുന്ന തലയിലടക്കം ആഴത്തിൽ മുറിവുള്ളതിനാൽ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ വൈറസ് ഈ തലയിലെ കടിയിൽ നിന്നും തലച്ചോറിലേക്ക് പെട്ടെന്ന് നാഡീജീവിതത്തിലേക്ക് കടക്കാൻ കാരണമായി എന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനുശേഷം തിരൂരങ്ങാടി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ ഈ പേവിഷയ്ക്കെതിരായ വാക്സിൻ നൽകി. പക്ഷേ ERG വാക്സിൻ എന്ന പ്രതിരോധ വാക്സിൻ ഉണ്ട്, അതായത് മുറിപ്പാടുകളിൽ ഈ ഇമ്മ്യൂൺ സംവിധാനം വർദ്ധിപ്പിക്കാനുള്ള തരത്തിലുള്ള വാക്സിൻ, അത് കുത്തിവെക്കാൻ ഈ കുടുംബം ഇപ്പോൾ കുത്തിവെക്കേണ്ടതില്ല. തങ്ങൾ വേഗം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം കുത്തിവെച്ചോളാം എന്ന് പറയുന്നു. അവിടെ 2-3 മണിക്കൂർ വീണ്ടും കാലതാമസം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇത്തരം ഘടകങ്ങളെല്ലാം ചേർന്നാണ് ഒരുപക്ഷെ ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായത്. ക്ലാസ് 3 വിഭാഗത്തിൽപ്പെട്ട കടിയാണ് ഏറ്റത്. അതായത് തലയ്ക്ക് കടി ഏറ്റതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവുകൾ ഈ കടിയിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് വളരെ പെട്ടെന്ന് ഈ വൈറസിന് എത്താൻ കഴിഞ്ഞു. വൈറസ് തലച്ചോറിൽ എത്തിയാൽ പിന്നീട് ഈ ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ്. മറിച്ച് ബാക്കി എല്ലാവിധ ശാസ്ത്രീയമായ രീതിയിലുള്ള ചികിത്സയും ഈ കുട്ടിക്ക് നൽകിയെങ്കിൽ പോലും ഈ ആദ്യ മണിക്കൂറുകളിലുണ്ടായ ഈ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിലും ERG എടുക്കുന്നതിലും ഉണ്ടായ പിഴവും പിന്നെ ഈ ക്ലാസ് 3 വിഭാഗത്തിൽപ്പെട്ട മാരകമായ മുറിവ് ഈ കുട്ടിക്ക് ഏറ്റതുമാണ്. ഏതാണ്ട് 13 ആഴത്തിലുള്ള മുറിവുകൾ കുട്ടിയുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. ചുണ്ടിലുണ്ട്, തലയിലുണ്ട്, ചുമർക്കകത്തുണ്ട്, കാലിലുണ്ട്. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നായ കടിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പേ പിടിച്ച നായയുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം രൂക്ഷമായ കടി ഈ കുട്ടിയെ കടിക്കുകയും ചെയ്തത്. എന്തായാലും ഇത്തരം ഘടകങ്ങളെല്ലാം ചേർന്നതുകൊണ്ടാണ് ഈ കുട്ടിയെ വാക്സിൻ എടുത്തിട്ടും രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയാതെ വന്നത്. അപർണ, ERIG കുത്തിവയ്പ് എടുക്കാതിരുന്നത് വലിയ തിരിച്ചടിയായ 5.5 വയസ്സുകാരുടെ മരണത്തിലേക്ക് തന്നെ നയിച്ചു. പ്രഥമ ശുശ്രൂഷ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണം. ഞങ്ങൾ മുടക്കൊന്നും കാണിച്ചിട്ടില്ല. പഞ്ചായത്തുകൾ മുൻകൈ എടുക്കണം, അവരുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യാൻ. ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ അവരാവശ്യപ്പെട്ട ആ സെക്കൻഡ് ഞങ്ങൾ കൊടുക്കും. എല്ലാ ജില്ലാ കേന്ദ്രത്തിലും ഡോക്ടർമാർ തയ്യാറാണ്, അവർക്ക് വാഹനമുണ്ട്, ചെല്ലാൻ പറഞ്ഞാലും ചെല്ലും.